ഹലോ, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2017 UPSC Prelims ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ നമ്പർ 41 ടു ക്വസ്റ്റ്യൻ നമ്പർ 60 ആണ്. ക്വസ്റ്റ്യൻ്റെ PDF താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 41ലേക്ക് പോവാം. With reference to Asia Pacific Ministerial Conference on Housing and Urban Development, consider the following statements. The first APM CHUD was held in India in 2006 on the theme Emerging Urban Forms, Policy Responses and Governance Structure. India hosts all the annual ministerial conferences in partnership with ADB, APEC and ASEAN. Which of the statements given above is or are correct? One only, two only, both one and two, neither one nor two. Question ഫസ്റ്റ് APM ചൂട് എന്നുള്ളൊരു കോൺഫറൻസ് ആ സമയത്ത് ന്യൂസിലുണ്ടായിരുന്നു. കറണ്ട് അഫയേഴ്സിലെല്ലാം കവേർഡായിരുന്നു. APM ചൂടിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഇന്ത്യ അല്ല എല്ലാ ആനുവൽ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് ഡയറക്റ്റ് കിട്ടും. ഓക്കെ, ആ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ പോളിസി കോൺഫറൻസിൻ്റെ തീം അതെന്തായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയത്തുണ്ടാവില്ല. ഓക്കെ, അപ്പം APM ചൂട് ആ സമയത്ത് ന്യൂസിൽ വന്നത് ആ സമയത്ത് ഒരു കോൺഫറൻസ് നടന്നിരുന്നു. ആ സമയത്ത് നടന്ന കോൺഫറൻസിൻ്റെ തീമാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് APM ചൂടിൻ്റെ തീമല്ല, പകരം ആ വർഷം നടന്നിട്ടുള്ള കോൺഫറൻസിൻ്റെ തീമായിരുന്നു. അപ്പോൾ അതാണ് അവിടെ ആ വർഷത്തെ കോൺഫറൻസ് നടന്നിട്ടുള്ളത് അറിയാമോ എന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അറ്റ്ലീസ്റ്റ് 2 എലിമിനേറ്റ് ചെയ്യുക. 1 നമ്മുടെ ഒരു ലോജിക്ക് വെച്ച് പോവുക. അത് വായിച്ചിട്ട് നമുക്ക് ശരിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഇപ്പം ഇന്ത്യയിലാണോ ഫസ്റ്റ് APM ചൂട് നടന്നത്, അത് അങ്ങനെ ഒരു ഫാക്ട് അറിയാമോ, അത് അറിയാമെങ്കിൽ അത് വെച്ച് എലിമിനേറ്റ് ചെയ്യുക. ഇല്ല, അതിൻ്റെ തീം അറിയാമെങ്കിൽ അത് ചെയ്യുക. പക്ഷേ ഇത് അറിയത്തില്ല എങ്കിൽ പോലും ഈ ക്വസ്റ്റ്യൻ തെറ്റിയാൽ പോലും ഒരു വലിയ പ്രശ്നമല്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് ടഫാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഡയറക്റ്റ് ആണ്, അത് തെറ്റാണ്. ഓക്കെ, 41 ഓപ്ഷൻ ഡി. 42 Democracy's superior virtue lies in the fact that it calls into activity the intelligence and character of ordinary men and women, the methods for strengthening executive leadership, a superior individual with dynamism and vision, a band of dedicated party workers. ഡെമോക്രസിയുടെ ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള വെർച്യൂ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഡെമോക്രസിയുടെ ഒരു പ്രധാനപ്പെട്ട ഗുണം എന്താ? എല്ലാ ആൾക്കാർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ പീപ്പിളിൻ്റെ കയ്യിലാണ് പവർ. എലക്ട് ചെയ്യാനുള്ള പവറൊക്കെ പീപ്പിളിൻ്റെ കയ്യിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർഡിനറി മെന്നും വിമനും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ കൊടുക്കുന്നതാണ് ഡെമോക്രസിയുടെ ഏറ്റവും സുപ്പീരിയർ വെർച്യൂ. ഓപ്ഷൻ ബി നോക്കിക്കേ, മെത്തേഡ്സ് ഫോർ സ്ട്രെങ്തനിങ് എക്സിക്യൂട്ടീവ് ലീഡർഷിപ്പ്. അത് ഡെമോക്രസിയിൽ മാത്രമല്ല, അല്ലാതെയുള്ള ഡെമോക്രാറ്റിക് അല്ലാത്ത കൺട്രീസിലും അത് വേണമെങ്കിൽ പോസിബിൾ ആണ്. എക്സിക്യൂട്ടീവ് ലീഡർഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യാൻ ഡെമോക്രസി ആവണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ എ സുപ്പീരിയർ ഇൻഡിവിജ്വൽ വിത്ത് ഡൈനാമിസം ആൻഡ് വിഷൻ. ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഒരു സുപ്പീരിയർ ഇൻഡിവിജ്വൽ വരിക എന്നുള്ളത്, അല്ലെങ്കിൽ സുപ്പീരിയർ ആയിട്ടുള്ള ലീഡർ വരിക എന്നുള്ളത് എപ്പോഴും ഒരു നെസസിറ്റി അല്ല, അല്ലെങ്കിൽ ഡെമോക്രസി കാരണം ഉണ്ടാവുന്ന ഒരു ഫാക്ടർ അല്ല അത്. ഓക്കെ, ഒരു ഡെമോക്രസിയുടെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആർക്കും ടോപ്പ് ലെവലിൽ എത്താം. അതാണ് അതിൻ്റെ ഗുണം. പിന്നെ പീപ്പിൾ ആയിരിക്കും എലക്ട് ചെയ്യുന്നത് ലീഡേഴ്സിന്. എ ബാൻഡ് ഓഫ് ഡെഡിക്കേറ്റഡ് പാർട്ടി വർക്കേഴ്സ്, അതും ഡെമോക്രസിയിൽ നിർബന്ധമല്ല. ഓക്കെ, 42 ഓപ്ഷൻ എ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, ഇത് എന്തായാലും കിട്ടേണ്ടതാണ്. 43 Which of the following is a most likely consequence of implementing UPI? Mobile wallets will not be necessary for online payments. Digital currency will totally replace the physical currency in about 2 decades. FDI inflows will drastically increase. Direct transfer subsidies to poor people will become very effective. ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാം. ഡിജിറ്റൽ കറൻസി ടോട്ടലി റീപ്ലേസ് ചെയ്യുക ഫിസിക്കൽ കറൻസി, അതും 2 decades. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഒരിക്കലും പോസിബിൾ അല്ല. ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് പറയുന്നത്. ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യുക. ഓപ്ഷൻ സി FDI ഇൻഫ്ലോയും UPIയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഓക്കെ, UPIയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ UPI നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ UPI ID വെച്ചിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും റീചാർജ് ചെയ്യുന്നതാണ്. ആ റീചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഒരു വാലറ്റിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് അവിടുന്ന് റീചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം എന്ത് ചെയ്യാം, പകരം നമ്മുടെ ലൈവായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു റീചാർജ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴോ ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഡയറക്റ്റ് UPI ID കൊടുക്കാം, പൈസ ഡെബിറ്റ് ചെയ്യാം. അതാണ് അതിൻ്റെ ഏറ്റവും ഡയറക്റ്റ് ആയിട്ടുള്ള ഗുണം. ഇതിനകത്ത് ഓപ്ഷൻ എ ആണ് ഏറ്റവും സ്യൂട്ടബിൾ. 43 ഓപ്ഷൻ എ. ഇതൊക്കെ എന്തായാലും കറക്റ്റ് ആവേണ്ട ക്വസ്റ്റ്യൻ ആണ്. 41 ഡിഫിക്കൽട്ട് ആണ്, ബട്ട് 42 43 എന്തായാലും കറക്റ്റ് ആക്കണം. 44 The terms event horizon, singularity, string theory, and standard model are sometimes seen in the news in the context of observation and understanding of universe, study of the solar and lunar eclipse,
placing satellites in the orbit of the Earth, origin and evolution of living organisms on the Earth. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സിംഗുലാരിറ്റി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മോഡൽ മുതലായിട്ടുള്ള ടേംസ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ LHC, ലാർജ് ഹൈഡ്രോൺ കൊളോയിഡർ, അങ്ങനെയുള്ള പ്രോജക്ട്സുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ട് സ്റ്റാൻഡേർഡ് മോഡൽ അവിടെ ഇവിടെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് മോഡൽ പഠിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ നമ്മുടെ യൂണിവേഴ്സ് എങ്ങനെ ഉണ്ടായി, അതെങ്ങനെ ഉണ്ടായി എന്നുള്ള ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ്, അല്ലെ അതിൻ്റെ ഒറിജിൻ എന്തായിരുന്നു എന്നറിയാൻ വേണ്ടിയാണ്. വേർഡ്സിൽ എല്ലാം ഒന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും സ്റ്റാൻഡേർഡ് മോഡൽ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും. സ്റ്റാൻഡേർഡ് മോഡലിൽ ഉള്ളത് എന്തൊക്കെയാണ്, എന്തൊക്കെ ഫോഴ്സസ് ആണ് ഉള്ളത്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ബേസിക് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്, എന്തായാലും അറിയണം. 44 ഓപ്ഷൻ എ. 45. With reference to agriculture in India, how can the technique of genome sequencing, often seen in the news, be used in the immediate future? Genome sequencing can be used to identify genetic markers for disease resistance and drought tolerance in various crop plants. This technique helps in reducing the time required to develop new varieties of crop plants. It can be used to decipher the host pathogenic relationship in crops. Select the correct answer using the code given below. 1 only, 2 and 3 only, 1 and 3 only, 1, 2 and 3. ജനോം സീക്വൻസിങ് അഗ്രികൾച്ചറിൽ എന്താണ് യൂസ് എന്നാണ് ചോദിക്കുന്നത്. അഗ്രികൾച്ചറിൽ എന്തെങ്കിലും യൂസ് വരണമെങ്കിൽ അഗ്രികൾച്ചർ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്ത് ചെയ്യാൻ പറ്റണം, ടാക്കിൾ ചെയ്യാൻ പറ്റണം. ഏറ്റവും വലിയൊരു ഇഷ്യൂ ഡിസീസാണ്, ഡിസീസസും അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചുമാണ്. അപ്പോൾ ഒരു ഡ്രൗട്ട് ടോളറൻസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഡിസീസ് റെസിസ്റ്റൻസ് കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ജീൻ എഡിറ്റിംഗ് വഴി നമുക്ക് പോസിബിൾ ആണ്. നമ്മൾ GM ക്രോപ്സിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് പോലെ 1 എന്തായാലും പോസിബിൾ ആണ്. അതുപോലെ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 2. ദിസ് ടെക്നിക് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ദ ടൈം റിക്വയർഡ് ടു ഡെവലപ്പ് ന്യൂ വെറൈറ്റീസ് ഓഫ് ക്രോപ്പ് പ്ലാന്റ്സ്. ക്രോപ്പ് പ്ലാന്റ്സ് എടുക്കുന്ന ആ ഒരു മെച്യൂരിറ്റി ടൈം കുറയ്ക്കാൻ ചിലപ്പോൾ ഇതിന് സഹായിക്കാൻ പറ്റും. കാരണം ജീനിൽ എഡിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ആവും. അപ്പോൾ പ്രോപ്പർട്ടീസ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് സംഭവിക്കാം, ഇറ്റ് ഈസ് പോസിബിൾ, ഒരു പോസിബിലിറ്റി ഉണ്ട് എപ്പോഴും അഗ്രികൾച്ചറിന് ബെനിഫിറ്റ് വരാൻ. അപ്പം ആ മെച്യൂരിറ്റി പീരീഡ് കുറയ്ക്കാനും അതിന് സാധ്യതയുണ്ട്. 1 and 2 എന്തായാലും ഉണ്ട്. ഓപ്ഷൻ 3 ഡൗട്ട് വരാം. It can be used to decipher the host pathogen relationship in crops. പക്ഷെ 1 and 2 ഉള്ള ഓപ്ഷൻ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇറ്റ് ക്യാൻ ബി യൂസ് ടു ഡെസിഫർ ദ ഹോസ്റ്റ് പതോജൻ എന്താണ്, ഹോസ്റ്റിന് എന്തൊക്കെയാണ് റിലേഷൻഷിപ്പ് ചേഞ്ചസ് വരുത്തുന്നത് എന്നുള്ളതും വേണമെങ്കിൽ നമുക്ക് ജിനോമിനെ വേരിയേഷൻ അനുസരിച്ചോ അല്ലെങ്കിൽ ജിനോം സീക്വൻസിങ് അനുസരിച്ചോ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, 1 and 2 ഉള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ഡി. 45 ഓപ്ഷൻ ഡി. 46. Main advantage of parliamentary form of government is that executive and legislature work independently. It provides continuity of policy and is more efficient. The executive remains responsible to legislature. The head of the government cannot be changed without election. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് തന്നെ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചർ എന്തായിരിക്കും, ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 46 ഓപ്ഷൻ സി. നിങ്ങളുടെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മതി ടെക്സ്റ്റിൻ്റെ. 47. In the context of India, which one of the following is the correct relationship between rights and duties? Rights are correlative with duties. Rights are personal and hence independent of society and duties. Rights, not duties, are important for the advancement of the personality of the citizen. Duties, not rights, are important for the stability of the state. Rights are correlative with duties എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, റൈറ്റ്സ് ആർ പേഴ്സണൽ ആൻഡ് ഹെൻസ് ഇൻഡിപെൻഡന്റ് ഓഫ് സൊസൈറ്റി ആൻഡ് ഡ്യൂട്ടീസ്. അപ്പോൾ ഓരോരോ ഓപ്ഷൻസ് എടുക്കുക, ഓപ്ഷൻസ് എടുത്തിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഓക്കെ, റൈറ്റ്സ് പേഴ്സണൽ ആണ്, അത് ഇൻഡിപെൻഡന്റ് ഓഫ് സൊസൈറ്റി ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ റൈറ്റ്സിന്റെ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് സൊസൈറ്റിയാണ്. സൊസൈറ്റിയിൽ എന്ത് വന്നാലും കുഴപ്പമില്ല, നമുക്ക് ഒരു ഫ്രീഡം ഉണ്ട് എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത്. ഓക്കെ, റൈറ്റ്സ് പേഴ്സണൽ ആണ്, റൈറ്റ്സ് പേഴ്സണലായിട്ട് ആക്ട് ചെയ്യാറുണ്ട്, പക്ഷേ അതിനെപ്പോഴും എന്തുണ്ട്, സൊസൈറ്റി ആയിട്ട് ഒരു ഡിപ്പെൻഡൻസി എന്തായാലും ഉണ്ടാവും. അപ്പം ബി നമുക്ക് എന്തായാലും എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഡയറക്റ്റ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് റൈറ്റ്സും ഡ്യൂട്ടീസും കോറിലേറ്റീവ് ആണെന്ന് ലക്ഷ്മികാന്തിൽ. അപ്പോൾ അത് വായിച്ചാൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് വരാൻ പറ്റും. 47 ഓപ്ഷൻ എ ആണ്. പിന്നെ ഓപ്ഷൻ സി ഒക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. റൈറ്റ്സ് നോട്ട് ഡ്യൂട്ടീസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദ അഡ്വാൻസ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി ഓഫ് ദ സിറ്റിസൺസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം റൈറ്റ്സ് മാത്രം മതി ഒരു സിറ്റിസന്റെ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യാൻ എന്നാണ് പറയുന്നത്. ഓക്കെ, റൈറ്റ്സ് ആക്ച്വലി എന്താണ്, സ്റ്റേറ്റിനെതിരെയുള്ള നമുക്കുള്ള പ്രിവിലേജ് ആണ്. ഓക്കെ, സ്റ്റേറ്റിന് നമുക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആർബിട്രറി ആയിട്ട് ലെജിസ്ലേറ്റീവോ എക്സിക്യൂട്ടീവോ ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഡ്യൂട്ടി അല്ല എന്ത്, റൈറ്റ്സ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പം 47 ബിയും സി എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ടെക്സ്റ്റിൽ ഡയറക്റ്റ് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ എയിലേക്ക് വരാം. 47 ഓപ്ഷൻ എ. 48. The mind of the makers of the Constitution of India is reflected in which of the following? Preamble, fundamental rights, DPSP,
ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, ടെക്സ്റ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. മൈൻഡ് ഓഫ് മേക്കേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതിലാണുള്ളത്? പ്രിയാമ്പിളാണുള്ളത്. 48 ഓപ്ഷൻ എ. 49. If you travel by road from Kohima to Kottayam, what is the minimum number of states within India through which you can travel, including the origin and the destination? 6, 7, 8, 9. കൊഹിമ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ വാട്ട് ഈസ് എ മിനിമം നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് വിത്തിൻ ഇന്ത്യ ത്രൂ വിച്ച് യു ക്യാൻ ട്രാവൽ ഇൻക്ലൂഡിംഗ് ദ ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ? ഇപ്പോൾ കൊഹിമ എവിടെയാണെന്ന് ആലോചിക്കുക, നാഗാലാൻഡ് ആണ്. കോട്ടയം എവിടെയാണെന്ന് ആലോചിക്കുക, കേരള. നാഗാലാൻഡിൽ നിന്ന് കേരളത്തിലേക്ക് വരണം. ഓക്കെ, അതാണ് ലക്ഷ്യം. നാഗാലാൻഡ് എന്തുമായിട്ട് ബൗണ്ടറി ഉണ്ട്? മിനിമം നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പാത്തിലൂടെ നമ്മൾ എത്തണം. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഈസി ആയിട്ടുള്ള പാത്ത് കോസ്റ്റൽ ഏരിയയിൽ കൂടെ വന്നാൽ മതി, ഈസ്റ്റേൺ കോസ്റ്റൽ സൈഡിലൂടെ. അപ്പോൾ നാഗാലാൻഡിൽ നിന്ന് നമുക്ക് എവിടേക്ക് എത്താം? ആസാമിലേക്ക് എത്താം. ആസാമിൽ നിന്ന് വെസ്റ്റ് ബംഗാളിലേക്ക് എത്താം. വെസ്റ്റ് ബംഗാളിൽ നിന്ന് നമുക്ക് ഒഡീഷ, അത് കഴിഞ്ഞ് ആന്ധ്ര, തമിഴ്നാടു. അപ്പം ഡയറക്റ്റ് നമുക്ക് 7 സ്റ്റേറ്റ്സ് ഇൻക്ലൂഡിങ് സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ ആണ്ട് 7 സ്റ്റേറ്റ്സിൽ നമുക്ക് എത്താൻ പറ്റും. 49 ഓപ്ഷൻ ബി ആണ്. 50. Parliament of India exercises control over the functions of Council of Ministers through adjournment motion, question hour, supplementary questions. Select the correct answer using the code given below. 1 only, 2 and 3 only, 1 and 3 only, 1, 2 and 3. Parliament of India കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ മേളിൽ എങ്ങനെയാണ് കൺട്രോൾ കൊണ്ടുവരുന്നത്? പാർലമെന്റ് ഓഫ് ഇന്ത്യ നമുക്കറിയാം ഒരു ലെജിസ്ലേച്ചർ ആണ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്താണ്? എക്സിക്യൂട്ടീവ് ബോഡിയാണ്. അപ്പോൾ ലെജിസ്ലേച്ചർ എന്തിന്റെ മേളിൽ കൺട്രോൾ കൊണ്ടുവരുന്നു, അല്ലെ അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരുന്നു? എക്സിക്യൂട്ടീവ്സിന്റെ മേളിൽ അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരുന്നു. ഇത് ചെയ്യാനുള്ള മെക്കാനിസംസ് ആണ് ചോദിക്കുന്നത്. ടെക്സ്റ്റിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് 3 കാര്യങ്ങളും: അഡ്ജോൺമെന്റ് മോഷൻ, ക്വസ്റ്റ്യൻ അവർ, സപ്ലിമെന്ററി ക്വസ്റ്റ്യൻസ്. എല്ലാം എന്താണ്? ലെജിസ്ലേച്ചറിന് എക്സിക്യൂട്ടീവിന്റെ മേളിൽ കൺട്രോൾ കൊണ്ടുവരുന്ന മെക്കാനിസംസ് ആണ്. 50 ഓപ്ഷൻ ഡി. 1, 2 and 3. 51. Which one of the following was a very important seaport in the Kakatiya Kingdom? കാക്കിനാട, മോട്ടുപള്ളി, മച്ചിലിപ്പട്ടണം, നെല്ലൂർ. കുറച്ച് കാണുമ്പോൾ നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നും. കാക്കാത്തിയ കിങ്ഡത്തിനെ കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആലോചിക്കുക. കാക്കാത്തിയ കിങ്ഡം ഏത് സൈഡിലാണുള്ളത്? തെലങ്കാന, ഇന്നത്തെ തെലങ്കാന സൈഡിലാണുള്ളത്. അപ്പോൾ ആന്ധ്രയുടെ നോർത്തേൺ സൈഡിലാണുള്ളത്. അപ്പോൾ ആ ഒരു നോളജ് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി എലിമിനേറ്റ് ചെയ്യുക. ഓപ്ഷൻ സി, ഓപ്ഷൻ ഡിയും ആന്ധ്രാപ്രദേശിന്റെ ഏറ്റവും സദേൺ സൈഡിലുള്ള 2 സ്ഥലങ്ങളാണ് മച്ചിലിപ്പട്ടണവും നെല്ലൂരും. ഓക്കെ, ചെന്നൈയുമായിട്ട് വലിയ ദൂരമില്ലാത്ത സ്ഥലങ്ങളാണ് മച്ചിലിപ്പട്ടണവും നെല്ലൂരും. അപ്പം അത് രണ്ടും പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യുക. പിന്നെ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയേ ഉള്ളൂ. മോട്ടുപള്ളി നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. കാക്കിനാട നമുക്കറിയാം ആന്ധ്രയുടെ നോർത്തേൺ സൈഡിലാണുള്ളത്. അപ്പോൾ കാക്കിനാട ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ മോട്ടുപള്ളി നമ്മൾ കേട്ടിട്ടില്ലാത്തതുകൊണ്ട് ഓപ്ഷൻ അവിടെ വെക്കുന്നു. ഓക്കെ, മച്ചിലിപ്പട്ടണം, നെല്ലൂരും എവിടെയാണെന്ന് നമ്മൾ അറിയണം. അപ്പോൾ ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി എലിമിനേറ്റ് ചെയ്യുക. എയ്തർ ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ ബി. കാരണം കാക്കാത്തിയ കിങ്ഡം എന്ന് പറയുന്നത് ആന്ധ്രയുടെ നോർത്തേൺ സൈഡിലുള്ള കിങ്ഡം ആണ്. അപ്പോൾ ആന്ധ്രയുടെ നോർത്തേൺ സൈഡിലുള്ള പോർട്ടായിരിക്കും ആർക്കുള്ളത്? കാക്കാത്തിയ കിങ്ഡത്തിന് ഉള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഏതൊരു ഓപ്ഷൻ എ, ഓപ്ഷൻ ബിയിൽ എത്താം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, മോട്ടുപള്ളി. 51 ഓപ്ഷൻ ബി. 52. With reference to Global Climate Change Alliance, which of the following statements is or are correct? It is an initiative of European Union. It provides technical and financial support to targeted developing countries to integrate climate change into their development policies and budgets. It is coordinated by World Resources Institute and World Business Council for Sustainable Development. Select the correct answer using the code given below. 1 and 2 only, 3 only, 2 and 3 only, 1, 2 and 3. First statement, it is an initiative of European Union എന്ന് പറയുന്നത്. അത് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയാൽ it provides technical and financial support to targeted developing countries to integrate climate change into their development policies and budgets. ക്ലൈമറ്റ് ചേഞ്ച് അവരുടെ ഡെവലപ്മെന്റ് പോളിസിയിലും ബഡ്ജറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം. അതിനൊരു പോസിബിലിറ്റി ഉണ്ടല്ലേ? കാരണം ആ ഇനിഷ്യേറ്റീവിന്റെ പേര് തന്നെ എന്താണ്? ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് അലയൻസ് എന്ന്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. സെൻസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ 2 എന്തായാലും ഉണ്ടാവാനാണ് സാധ്യത. അപ്പോൾ എയ്തർ ഓപ്ഷൻ ബി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ 1ഉം 3ഉം കൂടെ നോക്കാം. ഇറ്റ് ഈസ് ആൻ ഇനിഷ്യേറ്റീവ് ഓഫ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? ഇറ്റ് ഈസ് കോർഡിനേറ്റഡ് ബൈ വേൾഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് വേൾഡ് ബിസിനസ് കൗൺസിൽ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. യൂറോപ്യൻ യൂണിയന്റെ ഇനിഷ്യേറ്റീവ് ആണ്. അപ്പോൾ അവർക്ക് തന്നെ കോർഡിനേറ്റ് ചെയ്താൽ പോരെ? വേറൊരു ഓർഗനൈസേഷനെ ഇതിനകത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയില്ല. അത് കൂടുതൽ കോംപ്ലക്സ് ആക്കുക ചെയ്യുന്നത്. ഇപ്പം യൂറോപ്യൻ യൂണിയന് തന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അവർക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ആ ഒരു ലോജിക്കിൽ എന്ത് ചെയ്യുക? 3 എലിമിനേറ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ 1 and 2 ഉള്ളിലേക്ക് വരാം. ക്ലിയർ അല്ലേ? ഓപ്ഷൻ എ. 52 ഓപ്ഷൻ എ. 53. With reference to the religious history of India, consider the following statements. Sautrantika and Samadhiya were the sects of Jainism. Sarvastivadin held that the constituents of phenomena were not wholly momentary
but existed forever in a latent form. Which of the statements given above is or are correct? 1 only, 2 only, both 1 and 2, neither 1 nor 2. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഭയങ്കര ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ സൗത്ത് ഇന്ത്യ ആൻഡ് സമ്മതിയ ബുദ്ധിസമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, അതാണ് അതിലെ മിസ്റ്റേക്ക്. അപ്പം 1 തെറ്റാണ്, സെക്കൻഡ് കറക്റ്റ് ആണ്. സർവാസ്തിവാദൻ ഹെൽത്ത് ആറ്റ് ദ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ഫിനോമിനൻ were not wholly momentary but existed forever in a latent form. അത് വായിക്കുമ്പോൾ തന്നെ സർവാസ്തിവാദിൻ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു മീനിങ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. സർവാസ്തിവാദിൻ, ആ പെർമനന്റ് ആയിട്ടുള്ള മീനിങ് കിട്ടുന്നുണ്ട്. സെക്കൻഡ് നമ്മൾ എന്തായാലും ശരിയാന്ന് പറയാൻ പറ്റും, പക്ഷെ ഫസ്റ്റ് നമുക്ക് ജൈനിസത്തിന്റെ ആണോ അല്ലയോ എന്ന് കൃത്യമായിട്ട് നോളജ് ഉണ്ടാവണം. അപ്പോൾ അതിന് ടെക്സ്റ്റ് നല്ലതുപോലെ വായിക്കുക. 53 ഓപ്ഷൻ ബി, 2 only. 54 Mediterranean Sea is a border of which of the following countries? Jordan, Iraq, Lebanon, Syria. Select the correct answer using the code given below. 1, 2 and 3 only, 2 and 3 only, 3 and 4 only, 1, 3 and 4 only. ഓക്കെ, ഇതിനകത്ത് നമുക്ക് 3 എല്ലാത്തിലും ഉണ്ടെന്നറിയാം. അപ്പോൾ ലെബനനെ കുറിച്ച് നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഏതില്ല എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റണം. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇറാഖ് നമുക്ക് പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അറ്റ്ലസിനെ കുറിച്ച് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരണം. അപ്പോൾ ഇറാഖ് പോലത്തെ, ഇറാൻ കോസ്റ്റൽ ഏരിയ ആണ്. ഇറാന് മുകളിൽ ഇറാഖ് കൂടുതലും ഒരു ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പം 2 എന്തായാലും ഉണ്ടാവത്തില്ല. അത് എലിമിനേറ്റ് ചെയ്ത് തന്നെ നമുക്ക് ഓപ്ഷൻ സി, ഓപ്ഷൻ ഡിയിലേക്ക് വരാൻ പറ്റും. അപ്പോൾ 3ഉം 4ഉം എന്തായാലും ഉണ്ടെന്ന് നമുക്ക് ഐഡിയ കിട്ടും. ജോർദൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടെ അറിഞ്ഞു വെക്കുക. ഓക്കെ, ജോർദൻ മെഡിറ്ററേനിയൻ സീയിലേക്ക് ഓപ്പൺ ആവുന്നില്ല. ഇത് പ്രീവിയസ് ഇയറിൽ UPSC ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ തന്നെ ഉത്തരം കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 54 ഓപ്ഷൻ സി, 3 and 4 only. ടെക്സ്റ്റ് ബുക്ക് അറ്റ്ലസ് നല്ലപോലെ തറവാക്കുക. എല്ലാ വർഷവും മാപ്പ് റിലേറ്റഡ് ചോദ്യങ്ങൾ വരും. അപ്പം അതെന്തായാലും പഠിക്കുക. 54 option C. 55 with reference to National Investment and Infrastructure Fund, which of the following statements is or are correct? It is an organ of Niti Aayog. It has a corpus of rupees 4 lakh crore at present. Select the correct answer using the code given below. 1 only, 2 only, both 1 and 2, neither 1 nor 2. National Investment and Infrastructure Fund ആണ്, ഒരു ഫണ്ടാണ്. ആ ഫണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും എന്തായിരിക്കില്ല, നീതി ആയോഗ് പോലുള്ള ഒരു ബോഡിയുടെ ഓർഗൻ ആയിരിക്കില്ല. ഓക്കെ, പിന്നെ നീതി ആയോഗിന് എന്തേ ഉള്ളൂ, ഒരു റെക്കമെൻഡേറ്ററി പവറേ ഉള്ളൂ. എപ്പോഴും അലോക്കേറ്റ് ചെയ്യേണ്ട പവറും കാര്യങ്ങളൊക്കെ എപ്പോഴും ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ആ ഒരു ഡിഫറൻസും കൂടെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് 1 എന്തായാലും തെറ്റാന്ന് പറയാൻ പറ്റും. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഹാസ് എ കോർപ്പസ് ഓഫ് rupees 4 lakh crore അറ്റ് പ്രസന്റ്. 4 lakh crore rupees എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് ബഡ്ജറ്റിനേക്കാളും കൂടുതലാണ്. ഹെൽത്തും എഡ്യൂക്കേഷൻ്റെ ബഡ്ജറ്റോടെ കൂട്ടിയാൽ പോലും അത്രയും വരില്ല. അപ്പോൾ അത് ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ളൊരു എമൗണ്ട് ആണ്. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. 1ഉം 2 എലിമിനേറ്റ് ചെയ്യുക, നെയ്തർ 1 nor 2. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ബേസിക് ഹെൽത്ത് ബഡ്ജറ്റിൻ്റെയൊക്കെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സാധനം അറിഞ്ഞു വെക്കുക. 55 ഓപ്ഷൻ ഡി. ഇത് എക്സാഗ്രേറ്റഡ് ആണെന്ന് കണ്ടാൽ മനസ്സിലാവണം, അത്രയേ ഉള്ളൂ. 56 ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഈസ് ASEAN initiative to upgrade infrastructure in Asia and financed by credit from Asian Development Bank. World Bank collaboration that facilitates the preparation and structuring of complex infrastructure PPPs to enable mobilization of private sector and institutional investor capital. Collaboration among the major banks of the world, working with the OECD and focused on expanding the set of infrastructure projects that have the potential to mobilize private investment. UNCTAD funded initiative that seeks to finance and facilitate infrastructure development in the world. ക്വസ്റ്റ്യൻ പറയുന്നത് ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി എന്നാണ്. ഓക്കെ, അപ്പം ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ അതിനൊരു ഗ്ലോബൽ ബേസ് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ASEAN ഇനിഷ്യേറ്റീവ് ആണെങ്കിൽ ഏഷ്യയിൽ മാത്രം ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരാൻ വേണ്ടി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ആയിട്ട് എന്ത് വരുന്നില്ല, ഒരു ലോജിക്കൽ ലിങ്ക് വരുന്നില്ല. ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യുക, അതുപോലെ ഓപ്ഷൻ സി എലിമിനേറ്റ് ചെയ്യുക. കാരണം OECDയുടെ കാര്യമാണ് പറയുന്നത്. OECD എന്ന് പറയുന്നത് കൂടുതലും ഒരു ഡെവലപ്ഡ് കൺട്രീസ്, അതും യൂറോപ്യൻ ബേസ്ഡ് ആയിട്ടുള്ള കൺട്രി, അങ്ങനെയുള്ള ആൾക്കാരുടെ മാത്രം മെമ്പർഷിപ്പേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്ത് വരത്തില്ല, ഒരു ഗ്ലോബൽ ബേസ് വരുന്നില്ല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയുടെ. അപ്പോൾ ഓപ്ഷൻ എയും ഓപ്ഷൻ സി എലിമിനേറ്റ് ചെയ്യുക. ഇനിയുള്ളത് ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും. ഓക്കെ, അതിലും കൂടുതൽ സാധ്യത ഏതിനായിരിക്കും, വേൾഡ് ബാങ്കിനായിരിക്കും. കാരണം വേൾഡ് ബാങ്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വേൾഡ് ബാങ്ക് ആവാനാണ് സാധ്യത. ഓക്കെ, ഇതൊക്കെ എക്സാം വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ലോജിക്ക് എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കി വെക്കുക, അതനുസരിച്ച് എന്ത് ചെയ്യുക, നമ്മൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നതാണ് പല വേൾഡ് ബാങ്കിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി വേൾഡ് ബാങ്കിൻ്റെ ആവാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ച് എന്ത് ചെയ്യുക, ഓപ്ഷൻ ബിയിലേക്ക് ആൻസർ കൊണ്ടുവരിക. 56 ഓപ്ഷൻ ബി. 57 For election to the Lok Sabha, a nomination paper can be filed by
anyone residing in India, a resident of the constituency from which election is to be contested, and any citizen of India whose name appears in the electoral roll of a constituency, any citizen of India. ലോക്സഭയിലേക്ക് നോമിനേഷൻ പേപ്പർ കൊടുക്കാൻ ആർക്കൊക്കെയാണ് അധികാരമുള്ളതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, എനിവൺ റിസൈഡിങ് ഇൻ ഇന്ത്യ പറ്റില്ല, കാരണം സിറ്റിസൺ അല്ല. ഓക്കെ, എല്ലാവരും റിസൈഡ് ചെയ്യുന്ന എല്ലാവരും എന്തായിരിക്കില്ല, സിറ്റിസൺ ആയിരിക്കില്ല. സിറ്റിസൺ ആവണം, അവരുടെ പേര് എന്തിലുണ്ടാവണം, ഇലക്ട്രൽ റോളിലുണ്ടാവണം. ഓക്കെ, ആ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഇലക്ട്രൽ റോൾ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവർക്ക് അവിടെ മത്സരിക്കാൻ പറ്റത്തുള്ളൂ. 57 ഓപ്ഷൻ സി. ഡയറക്റ്റ് ആണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യാം. റെസിഡന്റ് എന്നുള്ള ഒരു വേർഡിൽ നിന്ന് തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ സിയിലും ഡിയിലും ആണ് നമുക്ക് ഡൗട്ട് വരിക, അതിലും നമുക്ക് ഡയറക്റ്റ് കിട്ടും. 57 ഓപ്ഷൻ സി. 58 ഇൻ ഇന്ത്യ ദ ഹിമാലയാസ് ആർ സ്പ്രെഡ് ഓവർ 5 states only. Western Ghats are spread over 5 states only. Pulicat Lake is spread over 2 states only. Which of the statements given above is or are correct? 1 and 2 only, 3 only, 2 and 3 only, 1 and 3 only. കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, നമുക്ക് ഒന്ന് പിക്ചറൈസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, വെസ്റ്റേൺ ഗട്ട്സ് നമ്മൾ ഗുജറാത്തിൽ തുടങ്ങി കേരളത്തിൽ അവസാനിക്കുന്നത്. അപ്പോൾ ഗുജറാത്ത് ഉണ്ട്, മഹാരാഷ്ട്ര ഉണ്ട്, ഗോവയുണ്ട്. ഗോവ നിങ്ങൾ ആലോചിക്കുമ്പോൾ ബീച്ചസ് മാത്രമേ ഉള്ളൂന്ന് വിചാരിക്കരുത്. കൊങ്കൺ റെയിൽവേ ഒക്കെ പോകുന്ന സൈഡിൽ എന്തുണ്ട്, വെസ്റ്റേൺ ഗട്ട്സിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയും കൂടെ ഒന്ന് ആലോചിക്കുക. അപ്പോൾ 3 states ആയി. പിന്നെ കർണാടകയുണ്ട്, കേരളമുണ്ട്, അതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്യുന്ന തമിഴ്നാടും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 2 തെറ്റാന്ന് മനസ്സിലാവും. 2 തെറ്റായ 2 ഓപ്ഷൻ പോയി. പിന്നെ എയ്തർ ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഓപ്ഷൻ ഡി. അത് ഹിമാലയാസ് 5 states അല്ല, ഹിമാലയാസ് മോർ ദാൻ 5 states ഉണ്ട്. നോർത്ത് ഈസ്റ്റിൽ കുറേ സ്റ്റേറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വെസ്റ്റേൺ സൈഡിലും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുലിക്കട്ടിലേക്ക് മാത്രമേ ശരിയായിട്ട് വരത്തുള്ളൂ. 58 ഓപ്ഷൻ ബി. പുലിക്കട്ട് ആന്ധ്രയിലും തമിഴ്നാട്ടിലും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കിടക്കുകയാണ്. അതിൽ കൂടുതൽ ഭാഗവും ആന്ധ്രയിൽ തന്നെയാണ്. ഓക്കെ, 58 ഓപ്ഷൻ ബി. 59 ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഇസ് എ സ്റ്റാൻഡേർഡ് ക്രൈറ്റീരിയൻ ഫോർ മെഷറിംഗ് ഓക്സിജൻ ലെവൽസ് ഇൻ ബ്ലഡ്, computing oxygen levels in forest ecosystems, pollution assay in aquatic ecosystems, assessing oxygen levels in high altitude regions. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൻ്റെ ഓക്സിജൻ ലെവലിൽ അല്ലെങ്കിൽ ഡിസോൾഡ് ഓക്സിജൻ ലെവലും കാര്യങ്ങളൊക്കെ അറിയാനും അത് എത്രത്തോളം പൊല്യൂഷൻ ഉണ്ടെന്ന് അറിയാനും വേണ്ടിയുള്ള ഒരു സ്റ്റാൻഡേർഡ് ക്രൈറ്റീരിയൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ടെക്സ്റ്റിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, അതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു കൃത്യമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. 59 ഓപ്ഷൻ സി. 60 with reference to the role of UN Habitat in the United Nations program working towards a better urban future, which of the statements is or are correct? UN Habitat has been mandated by UN General Assembly to promote socially and environmentally sustainable towns and cities, to provide adequate shelter for all. Its partners are either governments or local urban authorities only. UN Habitat contributes to the overall objective of the United Nations system to reduce poverty and to promote access to safe drinking water and basic sanitation. അപ്പോൾ ഇതിനകത്ത് UN ഹാബിറ്റാറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ചോദിക്കുന്നത്. ഓക്കെ, UN ഹാബിറ്റാറ്റ് കൂടുതലും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഹാബിറ്റാറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഹാബിറ്റാറ്റ് കൊണ്ടുവരണമെങ്കിൽ ഹാബിറ്റാറ്റ് ഉണ്ടാവണം, അതിനൊരു ഡിസാസ്റ്റർ റെസിലിയൻസ് ഉണ്ടാവണം, അതുപോലെ തന്നെ ആഡിക്വേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഉണ്ടാവണം. ഓക്കെ, അപ്പം ഡ്രിങ്കിങ് വാട്ടർ, ബേസിക് സാനിറ്റേഷൻ, അപ്പോൾ അതെല്ലാം ഒരു നെസസിറ്റി ആയിരിക്കും എന്തായാലും. ഓക്കെ, അതുപോലെ ബിൽഡ് ചെയ്യുന്ന ഹാബിറ്റാറ്റ്സ് എന്തായിരിക്കണം, എൻവയോൺമെൻ്റലി സസ്റ്റൈനബിൾ ആയിരിക്കണം. അപ്പോൾ ബിൽഡ് ചെയ്യുന്ന ടൗൺസ്, സിറ്റീസ്, ഹാബിറ്റാറ്റ് എല്ലാം കൂടെ കൂടി വരുന്ന ടൗൺസ്, സിറ്റീസ്, ഇതെല്ലാം എന്തായിരിക്കണം, കുറച്ചും കൂടെ എൻവയോൺമെൻ്റലി സസ്റ്റൈനബിൾ ആയിരിക്കണം. അപ്പോൾ അതെല്ലാം ലോജിക്ക് ഉണ്ടാക്കുന്നുണ്ട്. 1 and 3 ലോജിക്ക് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇറ്റ്സ് പാർട്ട്നേഴ്സ് ആർ എയ്തർ ഗവൺമെന്റ്സ് ഓർ ലോക്കൽ അർബൻ അതോറിറ്റീസ് ഓൺലി. ഗവൺമെന്റ്, ലോക്കൽ അർബൻ അതോറിറ്റീസ് മാത്രമായിട്ട് പാർട്ട്ണർ ചെയ്ത് എന്ത് ചെയ്യത്തില്ല, ഇങ്ങനെയുള്ളൊരു വലിയ ഓർഗനൈസേഷൻ ഉണ്ടാവില്ല. ഓക്കെ, അതിനകത്ത് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ഉണ്ടാവും, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള തിങ്ക് ടാങ്ക് ഗ്രൂപ്പ്സ് ഉണ്ടാവും, ഒരുപാട് പേര് ഇൻപുട്സ് കൊടുക്കാൻ പറ്റിയ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവരെല്ലാവരും ഇതിൻ്റെ ഒരു മെമ്പർ ആയിരിക്കും എന്തായാലും. ഓക്കെ, 2 എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. 2 എലിമിനേറ്റ് ചെയ്ത 2 ഓപ്ഷൻ പോയി. 1 and 3 ഉള്ളി അല്ലെങ്കിൽ 1 ഉള്ളി. 1 എന്തായാലും ശരിയാണ്. പിന്നെ 3 മാത്രം നോക്കിയാൽ മതി. 3 വായിക്കുമ്പോഴേ സെൻസ് ഉണ്ടാക്കുന്നത് കൊണ്ട് അതും ശരിയാണ്. ഓക്കെ, 60 ഓപ്ഷൻ ബി 1 and 3 ഉണ്ട്. ഇന്നത്തെ ഡിസ്കഷൻ കഴിഞ്ഞു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.